ഞാൻ ആദ്യം ഡാഡിയെ വിഷ് ചെയ്യാം. ഡാഡി ഹാപ്പി ബർത്ത്ഡേ ഡാഡി. ഹാപ്പി ബർത്ത്ഡേ ദിവ. ഹാപ്പി ബർത്ത്ഡേ ഡാഡി. ജസ്റ്റ് എ സ്മോൾ സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡാഡി. ഹാപ്പി ബർത്ത്ഡേ ടു യു. സിദ്ധു പതിയെ പതിയെ. എവിടെ പോവാ? എന്താ ഇത്? ഓ യെസ്, ബി കെയർഫുൾ രാജീവ്. അവരെ നിസ്സാരമായി കാണരുത്. യെസ്, ഓക്കെ, ബട്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. യാ, I'll call back രാജീവ്. Hey, what's all this, man? Surprise, ah? That's very sweet. Open it. നീ എന്താ ചെയ്തത്? ആണുങ്ങളാണെന്ന് കരുതി എന്ത് നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിനക്ക് അമ്മയും പെണ്ണുണ്ടോ? എന്താ അവിടെ പ്രശ്നമേ? സർ ഇങ്ങോട്ട് വാ സർ. ഞാനൊന്നുമല്ല. ഓ പോടാ, വേറെ പണിയൊന്നുമില്ല. ആരാ ഡാഡി അത്? ഹേയ് ഒന്നുമില്ല മോളെ, ഏതോ ഒരു അലമ്പൻ. എന്ത് പറ്റി ഡാഡി? ഒന്നുമില്ല മോളെ, ഒരു ഉറുമ്പ് കടിച്ച പോലെ. സ്നാക്സ് വേണ്ട ഒന്നും വേണ്ട ഡാഡി, അകത്ത് അമ്മ വെയിറ്റ് ചെയ്യല്ലേ, നമുക്ക് പോവാം. ആണോ? വാ ഡാഡി. ശരി. What an uninspiring life. Nothing interesting. അനി, ഗ്രീൻ ടീ. കാട്ടാമൃഗത്തിന്റെ മൂത്രം പോലെ. ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്. ഒരു കേസ്. എന്താണ് നിന്റെ പ്രശ്നം? ഒരു ഇൻട്രസ്റ്റിംഗ് കേസ്. 3 ആഴ്ചയായി ഒരുത്തം പോലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കേസ് കൊണ്ടുവരുന്നില്ല. വല്ല മല്ലിപ്പൊടി വിൽക്കാൻ പോകുന്ന നല്ലത്. എന്റെ ബുദ്ധി വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുക. Can somebody give me an interesting case to solve? Mara, I can't take this anymore. Yes. Detective? Yeah, please come in. Hey, Annie. എനിക്ക് ക്ലയന്റ് വന്നിരിക്കുന്നു. സർ, എന്റെ ഹസ്ബൻഡ്. നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണാതായിട്ട് 3 ദിവസം ആവുന്നു. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരേ റീഡിംഗ് ക്ലാസ് ഉപയോഗിക്കുന്നത്.
ആ ഗ്ലാസ് നിങ്ങളുടെ ഹസ്ബൻഡ് 5 വർഷമായിട്ട് ഉപയോഗിക്കുക. ഒടിഞ്ഞു പോയ ഫ്രെയിമിൽ റബ്ബർ ബാൻഡ് ചുറ്റി വെച്ചിരിക്കുന്നു. സോ നിങ്ങളുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകാതെ വീട്ടിൽ ഇരുന്ന് കുക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, കാരണം സ്വന്തക്കാരറിഞ്ഞ നാണക്കേടാ. ഇന്നലെ ന്യൂസ് പേപ്പറിൽ കൊടുത്ത അഡ്വർടൈസ്മെന്റ് കണ്ട് എന്നെ തേടി വന്നിരിക്കുക. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ രാത്രിക്കകം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ തേടി വരും, കാരണം നിങ്ങളല്ലാതെ വേറൊരു ആശ്രയമില്ല. Now we can go. ഇവനൊരു ജാലക്കാരൻ, നിഗൂഢ രഹസ്യ ചോരൻ, കാണാ കാഴ്ചകൾ കണ്ടു നടക്കുന്നു. യെസ്, ഡിറ്റക്റ്റീവ് അനിയൻ പൂങ്കുടവൻ. Come in. പ്ലീസ്. നിങ്ങളുടെ ഫീസ് എത്രയാ? നിങ്ങളുടെ കേസ് എന്താ? മോളെ കാണാനില്ല. നിങ്ങളുടെ പേര്? മാധവൻ. എത്ര ദിവസമായി കാണാതായിട്ട്? ഇന്നേക്ക് 14 ദിവസമായി. പോലീസ് എന്താ പറയുന്നത്? അവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ആ, നിങ്ങളുടെ മോളെ കാണാതായെന്ന് എപ്പോഴാണ് മനസ്സിലായത്? കോളേജിൽ പോയതാ, തിരിച്ചു വന്നില്ല. അവൾക്ക് ലവോ മറ്റോ? അറിയില്ല. ഇതിൽ 10 ലക്ഷം എഴുതിയിട്ടുണ്ട്. എന്റെ മോളെ കണ്ടുപിടിച്ച് തിരികെ തരണം. നിങ്ങളുടെ മോക്ക് കാർ ഓടിക്കാൻ അറിയോ? വാട്ട്? അവൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല. നിങ്ങളുടെ മോളെ കോളേജിൽ ആരാ ഡ്രോപ്പ് ചെയ്യുന്നത്? ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ? ഒരുത്തൻ ഉണ്ടായിരുന്നു, പൊയ്ക്കളഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ എത്ര ഡ്രൈവേഴ്സ് ഉണ്ട്? 3 പേര്. 3 പേരുണ്ടായിട്ട് നിങ്ങൾ എന്തിനാ വണ്ടി ഓടിച്ചു വന്നേ? ഞാനിവിടെ വന്ന കാര്യം ആർക്കും അറിയില്ല. ഈ അഡ്രസ് ആരാ തന്നത്? എന്റെ മാനേജർ തന്നതാ. മിസ്റ്റർ മാധവൻ, എനിക്ക് 3 കേസ് പെൻഡിംഗ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കേസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. $25 ലക്ഷം ഇതിൽ എഴുതിയിട്ടുണ്ട്. സോറി സർ, നിങ്ങൾക്ക് പോവാം. ഹേയ് അനി, $50 lakhs. നോ, ഏയ്. ഇതാ ബ്ലാങ്ക് ചെക്ക്. എത്ര വേണമെങ്കിലും എഴുതിയെടുത്തോ. എന്നെ മോളെ കണ്ടുപിടിച്ചതാ. ഹേയ് അനി, രാവിലെ കേസിലെന്ന് പറഞ്ഞ് നീ ബഹളം ഉണ്ടാക്കി. ഇപ്പൊ ഒരെണ്ണം ഒത്തു വന്നപ്പോ 3 കേസുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. ആ കേസ് നമുക്ക് വേണ്ട. 50 ലക്ഷം കിട്ടൂടാ. ദാറ്റ്സ് ഓക്കെ. എന്തോക്കെ? സിറ്റിയിലുള്ള മറ്റ് ഡിറ്റക്റ്റീവ് കമ്പനികളെല്ലാം കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ ചെറുക്കന്റെ സ്വഭാവം കണ്ടുപിടിച്ച് കൊടുത്താൽ ജീവിക്കുന്നത്. നീ എങ്ങനെയാണോ? 2 ദിവസം കൊണ്ട് നിനക്ക് ഈ കേസ് സോൾവ് ചെയ്യാം. എന്നിട്ട് ബ്ലാങ്ക് ചെക്കും കൊണ്ട് വന്ന ആളെ നീ കഴുത്തും പിടിച്ച് പുറത്താക്കി. എനിക്കെന്തോ അയാളെ ഇഷ്ടപ്പെട്ടില്ല. ക്ലൈന്റ് ആരോ ആവട്ടെ, നമുക്ക് കേസിന്റെ കാര്യം നോക്കിയാ പോരെ? ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കടാ നീ. അവള് ചത്തുപോകും. എന്താ ഞാൻ അവളെ കണ്ടുപിടിച്ച് കൊടുത്താ അവളുടെ അച്ഛന്റെ കൈ കൊണ്ട് എന്നെ വിളിച്ചാവും. നീ എന്താ ഈ പറയുന്നേ? ആ പെണ്ണ് ഡ്രൈവറിന്റെ കൂടെ ഓടിപ്പോയതാ. ആ മാധവൻ കാറിന്റെ ചാവി താഴെ ഇട്ടിട്ട് കാലുകൊണ്ടെടുത്ത് ശ്രദ്ധിച്ചോ? അയാളുടെ കണ്ണിൽ മകളെ കാണാതെ പോയതിന്റെ സങ്കടമല്ല, പകയാ. ഞാൻ ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുത്ത ഏതെങ്കിലും ഒരു പൊട്ടക്കിണറ്റിലോ പൊന്തക്കാടിലോ അവൾ ശവമായിട്ട് കിടക്കും. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ തന്നെ തൂങ്ങിക്കിടക്കും. സൂയിസൈഡ് എന്ന് പറഞ്ഞ കേസ് കൊടുക്കും. Now tell me, do you want to take up this case? ഓണർ കില്ലിംഗ്? Dishonor killing. ഹേയ്, സോറി സർ. ഏയ്, എവിടെ പോവാടാ? ബ്രില്യന്റ്. എന്താ ചിരിക്കുന്നേ? മാജിക്. മാജിക്? എവിടെ? 5 സെക്കൻഡ് മുമ്പ്. 5 സെക്കൻഡ് മുമ്പ് എന്ത് സംഭവിച്ചു? An out of a pickpocket. ആരുടെ പോക്കറ്റ് അടിച്ചെന്നാ? നിന്റെ തന്നെ. എന്റെ പേഴ്സുണ്ട്. കാശുണ്ടോ നോക്കടാ.
ഏയ് 4000 രൂപ വെച്ചിരുന്നു, ഇപ്പൊ 2000 ഉള്ളൂ. വാ പറയാം. ഇതെങ്ങനെടാ? വെയിറ്റ് ആൻഡ് സീ ദ ഡാൻസ്. നീ ഫോൺ ചെയ്യുന്ന പോലെ മാറി നിന്ന് നോക്ക്. ചെല്ല. ഹലോ മാഡം, നമസ്കാരം. പ്രിയദർശനാണ് സംസാരിക്കുന്നത്. സുഖമായിരിക്കുന്നു മാഡം? ബിസിനസ് ഒക്കെ നന്നായി പോകുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഏതായാലും ഇങ്ങോട്ട് വിളിച്ചത് നന്നായി മാഡം. പുതിയൊരു വെറൈറ്റി സാരി വന്നിട്ടുണ്ടായിരുന്നു മാഡം. ജയ്പൂരിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ. അതിന്റെ സാമ്പിൾസ് ഇന്ന് തന്നെ കൊടുത്തു വിടാം മാഡം. എന്റെ എക്സിക്യൂട്ടീവ് അതുവഴി വരുന്നുണ്ട്. നോക്കി ഇഷ്ടപ്പെട്ടാൽ ഓർഡർ കൊടുത്താൽ മതി മാഡം. ചേച്ചി പച്ച ഷർട്ടാണ്, കണ്ണാടി വെച്ചിട്ടുണ്ട്, കയ്യിൽ സൂട്ട് കേസ് ഉണ്ട്. മാഡം, പഴയ 1-2 ചെക്കുകൾ പെൻഡിംഗ് ഉണ്ട് മാഡം. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതെ 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 മാഡം, അതൊന്നും സാരമില്ല മാഡം. നമ്മൾ ഇന്നും ഇന്നലെയൊന്നും കണ്ടു തുടങ്ങിയതല്ലോ. എന്തായാലും മാഡം അതിന്റെ സാമ്പിൾസ് ഒന്ന് നോക്ക്. സോറി സർ. ഇറ്റ്സ് ഓക്കെ. ഹലോ എന്താടി വലിയ പണക്കാരെ പോലെ ഡ്രസ്സ് ചേർന്നിട്ട് പോക്കറ്റ് അടിക്കണോ? സർ, എന്തായി പറയുന്നത്? ഞാൻ നല്ലൊരു നിർത്തടി. നിന്റെ ഒരു നല്ല വീട് മണ്ണാൻ കട്ട. നിന്റെ പണിയൊക്കെ ഞാൻ കണ്ടു. ആ സ്യൂട്ട് കേസ് എത്ര രൂപ നീ അടിച്ചു മാറ്റി? ചേച്ചി ആരാ ഇവരൊക്കെ? എന്താ പ്രശ്നം? ആഹാ, നിനക്ക് അറിയണോ അല്ലടാ? നടക്കണ പോലീസ് സ്റ്റേഷനിലേക്ക്. അയ്യോ പ്ലീസ് സർ, ഞാൻ വേണമെങ്കിൽ കാശ് തിരിച്ചു തരാം. ബഹളം വെച്ച് ആളെ കൂട്ടരുത് സർ. ബഹളം വെക്കില്ലെന്നോ? വാടി നടക്ക്. മനോ, എനിക്ക് നിങ്ങളുടെ വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അഡ്രസ്സിൽ വാ. ഇത് വെച്ചോ. ഹേയ് അനി, പോക്കറ്റ് അടിക്കാരി പെണ്ണിന് അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നോ? നീ ഒറ്റ ഒരുത്തം കയറണോ? അല്ലെങ്കിൽ എല്ലാത്തിനെയും പോലീസിൽ ഏൽപ്പിച്ചനെ. എന്താ മോനെ, എന്താ വേണ്ടത്? എനിക്ക് ഡിറ്റക്റ്റീവ് അങ്കിളിനെ കാണണം. ശരി പറയ്, എന്താ കാര്യം? ഇല്ല, എനിക്ക് ഡിറ്റക്റ്റീവ് അങ്കിളിനെ തന്നെ കാണണം. എന്നെ കണ്ട ഡിറ്റക്റ്റീവ് വേണം തോന്നില്ലേ? ഇല്ല, നിങ്ങൾ കുക്ക. നിങ്ങൾ അടുത്ത് വന്നപ്പോ ഉള്ളിയുടെ നാറ്റം. ശരി വാ. ഇരിക്ക്. നിന്റെ അച്ഛൻ ടൈപ്പാഡിൽ ഡിറ്റക്റ്റീവ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഒരുപാട് അഡ്രസ്സ് വന്നു വേണം. അതിൽ എന്നെ എന്താ സെലക്ട് ചെയ്തത്? ബാക്കി ഡിറ്റക്റ്റീവുകളൊക്കെ തൊപ്പി വെച്ച് ഗണ്ണും പിടിച്ച് സിനിമാ പോസ്റ്ററിലേതുപോലെ ഇരിക്കുന്നു. പക്ഷെ നിങ്ങൾ മാത്രം വെറും ഡിറ്റക്റ്റീവ് അനിയൻ പൂങ്കടവെന്ന് മാത്രം വെച്ചിരിക്കുന്നു. അതാ ഞാൻ വന്നത്. നീ സ്കൂളിൽ നിന്ന് ക്ലാസ് കിട്ടിയതാ വന്ന്? അതെ. നിന്റെ പേരെന്താ? നവീൻ. നൗ ടെൽ മീ നവീൻ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എൻ്റെ വീട് ശംഖുമുഖത്തിനടുത്താ. ഇൻഡിവിജ്വൽ ബംഗ്ലാവ്, ബീച്ചിന്റെ തൊട്ടടുത്താ. ബീച്ചിലേക്ക് വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? 343 ഫീറ്റ്സ്. ഞാനും അനിയത്തിയും നേരത്തെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടിന്യൂ. എൻ്റെ നായ്ക്കുട്ടിയുടെ പേര് നീമു. ഡെയിലി നൈറ്റ് ഷാർപ്പ് 9:30 ഞാൻ ഗേറ്റ് തുറന്ന് അവനെ വെളിയിൽ വിടും. നീമു പോയി റിലീവ് ചെയ്തിട്ട് 9:40 തിരികെ വരും. പക്ഷെ ഇന്നലെ അവൻ വന്നില്ല. നായ്ക്കുട്ടിയെ കണ്ടുപിടിക്കാൻ വന്നതാണോ? ഇല്ല, ചത്തുപോയി. നീമു 12 o'clock ആയിട്ടും വന്നില്ല. ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു. അവൻ രാത്രി തിരിച്ചു വന്നോളും, നീ പോയി ഉറങ്ങുന്ന അമ്മ പറഞ്ഞു. ഞാൻ ഉറങ്ങാതെ വെളിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. 1 o'clock ആയപ്പോൾ ഞാനും അനിയത്തിയും അച്ഛനും അമ്മയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. അച്ഛൻ ഗേറ്റ് തുറന്ന് പുറത്തു പോയി നോക്കി. ഗേറ്റിൽ നിന്ന് 20 feet അകലെ നീമു മരിച്ചു കിടക്കുന്നു. ടോർച്ചടിച്ച് നോക്കിയപ്പോൾ നീമുവിന്റെ മേല് മുഴുവൻ രക്തം. നീമു ഏത് ബ്രീഡാ? പോമറേനിയൻ. ഞാനും അനിയത്തി ഒരുപാട് കരഞ്ഞു. അച്ഛനെ കൊണ്ട് ഞാൻ പോലീസിൽ ഫോൺ ചെയ്യിച്ചു. 1:40 ഒരു കോൺസ്റ്റബിൾ അങ്കിള് വന്നു.
സ്റ്റേഷനിൽ ഒരുപാട് ജോലിയുണ്ട്. പട്ടി ചത്തൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞു കാണും. Am I right? യെസ് അങ്കിൾ, നിങ്ങൾക്കൊരു പുതിയ നായ വേണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി വീട്ടിലെ ഗാർഡനിലെ നീമോയെ കുഴിച്ചിട്ടു. റൈറ്റ്? യെസ് അങ്കിൾ, ഇന്ന് കാലത്ത് അമ്മയും അച്ഛനും കൂടി ഒരു മാരേജ് ഫംഗ്ഷന് പോയിരുന്നു. അനിയത്തിക്ക് നീമുനെ കാണണമെന്ന് പറഞ്ഞു. ഞാനൊരു കമ്പി എടുത്ത് മണ്ണ് മാറ്റി. അച്ഛൻ നീമുനെ കുഴിച്ചിട്ടപ്പോ ഒരു വൈറ്റ് ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞിട്ടാ കുഴിച്ചിട്ടത്. അതിന്റെ ഉള്ളിൽ എന്റെ നീമു. ഞങ്ങൾ അവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അമ്മയും അച്ഛനും പോയിട്ട് തിരിച്ചു വന്നു. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ നീമുനെ കുഴിയിലേക്ക് തിരിച്ചു വെച്ചു. അച്ഛൻ ആ കുഴി മണ്ണിട്ട് മൂടി. ശരി, നീ ഇതെല്ലാം ഇവിടെ വന്ന് വെയിറ്റ്. ഞാൻ നീമുനെ തിരികെ വെച്ചപ്പോ രക്തം വന്ന സ്ഥലത്ത് കൈകൊണ്ട് തൊട്ടു നോക്കി. അപ്പൊ ഇത് കിട്ടി. അനി, ബുള്ളറ്റാ? ഞാൻ ഷെർലക് ഹോംസ് സീരീസുകൾ കണ്ടിട്ടുണ്ട്, ബട്ട് ഹീ ഈസ് നോട്ട് റിയൽ. എനിക്ക് നീമുനെ കൊന്നവരെ കണ്ടുപിടിക്കണം. പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. പ്ലീസ്, നിങ്ങളത് കണ്ടുപിടിച്ച് തരൂ അങ്കിൾ. ഇത് അച്ഛനും അമ്മയും എനിക്ക് തന്ന പോക്കറ്റ് മണിയാ. ഇതിൽ 37 rupees ഉണ്ട്. ഇത് നിങ്ങളുടെ ഫീസായി വെച്ചിട്ട് എന്റെ നീമുനെ കൊന്നവനെ കണ്ടുപിടിച്ച് തരൂ അങ്കിൾ. ഞാൻ നിന്റെ നീമോയെ കൊന്നവനെ കണ്ടുപിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തന്ന നീ എന്ത് ചെയ്യും? എന്തിനാ എന്റെ നീമുനെ കൊന്നത്? ഒരു നായ്ക്കുട്ടിയെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിക്കും. മനോ, അവനെ കൊണ്ടാക്കിയിട്ട് വാ. വരുമ്പോ അഡ്രസ് വാങ്ങിച്ചോ. ഈ കേസ് ഏറ്റെടുത്തോ അങ്കിൾ? യെസ്. താങ്ക്സ് അങ്കിൾ. നൗ യു ഗെറ്റ് ഔട്ട്. ശരി, വാ വാ. ഹലോ, ആരാ? ഒരു മിനിറ്റ്. ജോയൽ, ഫോൺ. ഹലോ. പെങ്ങളെ ഭർത്താവോ? എനിക്ക് പെങ്ങന്മാരേ ഇല്ല. ആ, ഓക്കെ, വെയിറ്റ്, ഞാൻ വരാം. അനി, ദേ നോക്ക്, ഒരിക്കൽ നിന്നെ സഹായിച്ചെന്നും പറഞ്ഞ വീണ്ടും വീണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തു? ഒരു ഹെൽപ്പും കൂടി ചെയ്യാം. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റില്ല. നിന്നെ പോലൊരു ഡിറ്റക്റ്റീവിനെ സഹായിച്ചാൽ എന്റെ കാര്യം എന്താവും അറിയാം. ഞാൻ നിനക്കൊരു സഹായം ചെയ്തിട്ടില്ലേ? നീ എന്നൊരു കേസിൽ സഹായിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ട്രിപ്പിൾ മർഡർ കേസിൽ നിങ്ങൾ കൊടുത്ത ഫോറൻസിക് റിപ്പോർട്ട് തെറ്റാണെന്ന് കമ്മീഷണർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ മൊത്തം ഡിപ്പാർട്ട്മെന്റിനെയും കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്തേനെ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? അതാ ബാലസ്റ്റ് റിപ്പോർട്ട്. ഇത് 9mm ബുള്ളറ്റ്. ഗ്ലോക്ക് 90 or 20 കൊണ്ട് ഷൂട്ട് ചെയ്താൽ പെല്ലറ്റ് നായ്ക്കുള്ളിൽ തറഞ്ഞിരിക്കില്ല. വാട്ട്? അതാ സംഭവിച്ചത്? ഗ്ലോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്താൽ പെല്ലറ്റ് നായ്ക്കുള്ളിലൂടെ തുളഞ്ഞു പുറത്തു വരും. ഗ്ലോക്ക് ഈസ് വെരി പവർഫുൾ. ബുള്ളറ്റ് നായ്ക്കുട്ടിയുടെ വയറ്റിൽ തന്നെ ഇരുന്നത്. ആ ചെറുക്കൻ അങ്ങനല്ലേ പറഞ്ഞത്? ചാൻസേ ഇല്ല. ബുള്ളറ്റ് അനാലിസിസിൽ ബുള്ളറ്റ് ഒരു ഹാർഡ് സർഫസിൽ തട്ടിയിട്ടുണ്ട്. റിക്കോഷെ? യെസ്. ആദ്യം എന്തെങ്കിലും ഇരുമ്പിലോ കല്ലിലോ തട്ടിയിട്ടുണ്ടാവും. അവിടുന്ന് തെറിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ വെലോസിറ്റി കുറഞ്ഞ് ബുള്ളറ്റ് നായുടെ ഉള്ളിൽ തറഞ്ഞിട്ടുണ്ടാവും. ദാറ്റ്സ് എ ഓൺലി ചാൻസ്. ഞാൻ പോകുന്നു. ജോയൽ, താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ.
അവന് കുറച്ച് ബാക്കിലോട്ട് പോ. ബാക്ക് 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 കുറച്ചുകൂടെ ബാക്ക്. യുവർ ലെഫ്റ്റ്. കുറച്ചുകൂടെ പോ. യുവർ റൈറ്റ്. ഇനി മേളിൽ കയറാം. കം കം കം. അടുത്ത് വാ. ഇനി കൈ ഷൂട്ട് ചെയ്യുന്ന പോലെ വയ്ക്കാം. ബുള്ളറ്റിന്റെ കേസ് ഒന്നും ഇവിടെയെങ്കിലും ഇല്ല അനി. അവരിവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരക്ക് കൂട്ടാതെ എല്ലാവർക്കും തരാം. ഏയ് മിണ്ടാതിരിക്കേ, ബഹളം ഉണ്ടാക്കാതെ. സാർ ഇതെന്താണെന്ന് വന്ന് നോക്കൂ സാർ. നിക്ക്, ഞാനിപ്പോ വരാം. എന്താടാ ഇത്? പല്ല്. എടി മല്ലികേ, ഇന്ന് എത്ര രൂപ കിട്ടിയടി? എടേ, നിന്നോടാ ചോദിച്ചത്. ചെവി കേൾക്കത്തില്ലേ? എവിടെയാടി കാശ്? എന്താടി ഇത്? വെറും 2000 രൂപയോ? ഇത് ശരിയാവില്ല. നാളെ രാവിലെ സരസുന്റെ വീട്ടിൽ പോ. അവിടെ ഡെയിലി നിനക്ക് 7000 രൂപ കിട്ടും. ഞാൻ പോവില്ല. പോകത്തില്ലെന്നോ? പിന്നെ എന്തിനാണ് ഇവിടെ കിടക്കുന്നേ? ഇറങ്ങി പോടി. ഈ ശവങ്ങളും കൂടെ കൂട്ട്. മാസം 25,000 രൂപ ഷെഡിക്ക് ഗുണ്ടാപിരിവ് മാത്രം കൊടുക്കണം. നിന്റെ ചത്തുപോയ തന്തയും തള്ളയും അതുകൊണ്ട് കൊടുക്കണം. അതും പോരാഞ്ഞ് നാട്ടിലെ സകല ഗുണ്ടയ്ക്കും ക്രൗഡിക്കും കാശ് വേറെ കൊണ്ട് കൊടുക്കണം. പോകത്തില്ലെന്ന് അവള്, പോകത്തില്ല പോലും. നാളെ ഇതിനേക്കാളും കൂടുതൽ കളക്ഷൻ കിട്ടില്ലെങ്കിൽ സരസുന്റെ വീട്ടിലേക്ക് നിന്നെ ഞാൻ ചുമന്നുകൊണ്ട് പോകും. എന്താ? കാശ് തിരിച്ചു തരാൻ വന്നതാ. ഇങ്ങതാ. അവരില്ലേ? ഞാനവിടെ നിപ്പില്ലേ? എന്റെ കയ്യിലിതാ. ഞാൻ അവരുടെ കയ്യിലേക്ക് കൊടുക്കും. മനോ, അവൾ അകത്തേക്ക് കയറി വരാൻ പറ. ചെല്ല്. എന്താ? നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട. പോക്കറ്റ് അടിക്കുന്ന പൈസയൊക്കെ എല്ലാവർക്കും ഇതുപോലെ തിരിച്ചു കൊടുക്കോ? ചെറിയ പ്രായത്തിൽ നിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇപ്പൊ അമ്മാവന്റെയോ അമ്മായിയുടെയോ വീട്ടിലാണ് താമസം, ശരിയല്ലേ? മാമൻ. നിന്റെ മാമന് തേപ്പ് കടയുണ്ട്. ഇപ്പൊ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിന്റെ അല്ല. നിന്റെ മാമനൊരു ഫ്രോഡാ. നിന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് വീട്ടിലിരുന്ന് വെള്ളം ഒഴിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക്. ഈ ജോലി അല്ലാതെ നിനക്ക് വേറൊരു ജോലി അറിഞ്ഞൂടെ? കള്ളിയാവണോ മോശക്കാരിയാവണോ എന്ന് മാമൻ ചോദിച്ചു. ഞാൻ ആദ്യത്തെ തിരഞ്ഞെടുത്തു. മനോ, എന്താ? ആ ഡ്രോയറിൽ റൈറ്റ് സൈഡിൽ സ്വാമിനാഥന്റെ കാർഡ് ഇരിപ്പുണ്ട്, എടുത്തോട്. ആ അഡ്രസ്സിലുള്ള ആളെ പോയി കാണാം, ജോലി കിട്ടും. ഞാൻ വേറെ ഒരു ജോലിയും ചെയ്യാൻ മാമ സമ്മതിക്കില്ല. അയാള് വലിയ റൗഡിയാ. ആ റൗഡിയോട് ഇങ്ങോട്ട് വരാൻ പറയും, ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ നീ ചെല്ല്. ഏയ്, എത്ര നേരം ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കും? വാ. നിന്റെ പേരെന്താ? മല്ലിക. മല്ലികേ, ഇനി ഒരിക്കൽ കൂടി നിന്നെ റോഡിൽ എങ്ങനെ വെച്ച് കണ്ട, നിന്നെ എവിടെ വെച്ച് കാണുന്നോ അവിടെ തന്നെ നിന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിഞ്ഞാൻ. പോ. എടാ അനി, ആ കള്ളിപ്പെണ്ണിന്റെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര ഫീലിംഗ്? എന്റെ അച്ഛനും പോക്കറ്റ് അടിക്കാരനായിരുന്നു. മല്ലികേ, ഇവനൊരു ജാലക്കാരൻ, നിഗൂഢ രഹസ്യ ചോരൻ,
കാണാ കാഴ്ചകൾ കണ്ടു നടക്കുന്നു. കൊളവാക്കരുത്. ഇന്നലെ ഡോക്ടറെ കാണാൻ ഒരു പെണ്ണ് വന്ന് ശ്രദ്ധിച്ചായിരുന്നു. ആ കണ്ണി എന്തൊരു കോലം അടിയത്. എന്ത് ഏയ്, റിസപ്ഷനിൽ ഇരുന്ന് പരദൂഷണം പറയാണോ? ഇല്ല, വെറുതെ ഓരോന്ന് പറയായിരുന്നു. വെറുതെയോ? പണിയൊന്നും ഇല്ലെങ്കിൽ നെറ്റിൽ പോയി ഡെന്റൽ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുക. എവിടെ അവൻ? ആരാ സാർ? ചീഫ് ഡോക്ടർ. എക്സ്റേ റൂമിലുണ്ട്. ഇരിക്കെ. എക്സ്റേ റൂം എവിടെ? റൈറ്റ് സൈഡ്. താങ്ക് യു. ഇത് കനൈൻ റൂട്ട് കനാലിന്റെ ട്രീറ്റ്മെന്റ്. ഉണ്ട് സർ. എന്റെ അടുത്ത് തന്നെ ഉണ്ട്. കൊടുക്കാൻ സർ. ഒരു സെക്കൻഡ് സർ. ഡോക്ടർ മഹേഷ് മേനൻ സ്പീക്കിംഗ്. ഞാൻ കമ്മീഷണറാണ് സംസാരിക്കുന്നത്. കമ്മീഷണറോ? സർ, ഹൗ കാൻ ഐ ഹെൽപ്പ് യു? ഒരു പ്രധാന കാര്യമുണ്ട് ഡോക്ടർ. കുറച്ചു നേരം മുമ്പ് CM ഓഫീസിൽ ഒരു പാർസൽ വന്നു. തുറന്നു നോക്കിയപ്പോൾ ഉള്ളിലൊരു പല്ല്. CM സ്റ്റാഫും എല്ലാം പേടിച്ചുപോയി. CM എന്നെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞേൽപ്പിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ച മീഡിയയിലൂടെ ന്യൂസ് ലീക്കാവും. അതാ നിങ്ങളുടെ അടുത്ത് വന്നത്. എന്റെ ഒരു സ്റ്റാഫ് വന്നിട്ടില്ലേ, അയാളുടെ കയ്യിലാ പല്ലുണ്ട്. എനിക്ക് എന്റെ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. വ്യക്തി മാറുന്ന കണ്ടുപിടിച്ച അടുത്ത ആഴ്ച CM ആയിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഞാൻ വാങ്ങിത്തരാം. സോ കൈൻഡ് ഓഫ് യു സർ. ഐ വിൽ ഡു ദ നീഡ്ഫുൾ ഇമ്മീഡിയറ്റ്ലി. ദാ ഫോൺ കൊടുക്കാം. സർ, ഓക്കെ സർ. ശരി സർ. ശരി, മനസ്സിലായി സർ. ഓക്കെ സർ. സർ. ഓഫീസർ സർ. കുറച്ചു നേരം ഇരിക്കും. ശരി സർ. മാക്സിമം 2 മണിക്കൂറിനുള്ളിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം. ലേഖ, Sir. എല്ലാ ഡോക്ടേഴ്സും ലാബിലേക്ക് വരാൻ പറ. ഓക്കെ സാർ.